ഫ്രണ്ട്സ്, അപ്പം ഇന്ന് രാവിലെ ഒരു 11 മണിക്ക് നമ്മുടെ വീട്ടിൽ വന്ന ഒരാളാണ് കേട്ടോ. അത് കോഴികളുടെ സൗണ്ടൊക്കെ കേട്ടിട്ട് ഞങ്ങൾ പുറത്ത് പോയി നോക്കിയപ്പോൾ അതാ ഗ്രില്ല് തുറന്നില്ല കേട്ടോ. ഗ്രില്ലിൻ്റെ തൊട്ടടുത്ത് നിന്ന് ഞാനും സ്വത്തും കൂടി നോക്കിയതാണ്. അപ്പോഴാണിതാ ഇവൻ്റെ അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി കളിക്കുകയാണ് കേട്ടോ. നോക്കണ കണ്ടോ. പിന്നെ ഇതാ കോഴികളൊക്കെ ഭയങ്കര ബഹളമാണ്. കാക്കകളും കിളികളും ഒക്കെ ഭയങ്കര ബഹളമാണ് കേട്ടോ. പൂച്ചകളൊക്കെ പേടിച്ചിട്ട് ഓടിയതാണ്. അങ്ങനെ നോക്കി ഇവന്റെ പണി എന്താണെന്ന് നോക്കിയേ. ജനലിൽ പിടിച്ച് തൂങ്ങി നിൽക്കുകയാണ് കേട്ടോ. അയ്യോ, വരില്ലേ വരില്ലേ, കേറി വരില്ലേ. അയ്യോ, കേറി വരില്ല. പഴം കൊടുത്തു സത്ത്, പഴം കൊടുത്തിട്ട് ചാടി. ഗ്രില്ലടക്കല്ല, എനിക്ക് ഓടി വരണം. എടാ അങ്ങോട്ട് പോ, ചാടി വന്ന് എനിക്ക് പേടിയുണ്ട്. ആടാ പഴം കഴിക്കണം. ജനലിലൂടെ അകത്തേക്ക് കയറണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ പഴം ഇട്ട് കൊടുത്തത്. അങ്ങനെ പഴമായിട്ട് മതിലിൻ്റെ മുകളിൽ കയറി നിന്നിട്ട് ഈസി ആയിട്ട് പഴമൊക്കെ കഴിച്ചു കേട്ടോ. എന്നിട്ട് അപ്പുറത്തെ മതിലിൽ ചാടിയിട്ട് അവിടെ നിന്ന് മുരിങ്ങയൊക്കെ വലിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് അങ്ങ് പോയി കേട്ടോ. എന്നിട്ട് കുറേ സമയം കഴിഞ്ഞ് ഒരു മഴയൊക്കെ ആയിട്ട് വീണ്ടും അത് തിരിച്ചു വന്നു കേട്ടോ. തിരിച്ചു വന്നിട്ട് ഒരു ഷാളൊക്കെ അപ്പുറത്തുനിന്ന് ഒരു ഷാളൊക്കെ എടുത്തിട്ടാണ് പോയത് കേട്ടോ. വീണ്ടും ഇതാ ഈ ഒരു മാവ് മരത്തിൽ വന്നിരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ചാടുകയാണ് കേട്ടോ. ചാടിക്കളിക്കുകയാണ്. പിന്നെ ഇതാ ഷാളും കൊണ്ട് ഇത് എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് കേട്ടോ. മുഖമൊക്കെ മറിക്കുന്നുണ്ട്, തലയിൽ കൂടെ ഷാൾ ഇടുന്നുണ്ട്. മരക്കൊമ്പിൽ ചാടിയത് കണ്ടോ. അതിനടുത്ത് തന്നെ കാക്കയൊക്കെ സൗണ്ട് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. കാക്ക പോയിട്ട് അടുത്തിരിക്കുന്നുണ്ട്. അണ്ണാറക്കണ്ണനും കിളികളൊക്കെ ഉണ്ട് കേട്ടോ. അതിൻ്റെ അടുത്ത് പോയിരുന്ന് സൗണ്ട് ഉണ്ടാക്കുന്നു. പക്ഷേ കുരങ്ങച്ചാർ ഷാളും എടുത്ത് കളിയോട് കളിയാണ് കേട്ടോ. സ്വത്തൊന്നും സ്കൂളിൽ പോയിട്ടില്ല, അവന് വയ്യാത്തത് കൊണ്ട്. അതുകൊണ്ട് അവനിന്ന് കുരങ്ങച്ചാരൊക്കെ വന്നത് കാണാൻ പറ്റിയിട്ടോ. അവൻ ഒരുപാട് സന്തോഷമായിട്ടോ. കുറേ സമയം അതിനെ തന്നെ നോക്കിക്കൊണ്ടിരുന്നു. ആദ്യം വന്നപ്പോൾ പഴം കൊടുത്തത് കൊണ്ടാണ് വീണ്ടും വന്നതെന്നാണ് കേട്ടോ സ്വത്ത് പറയണത്. എനിക്കൊരു സംശയമായി. പിന്നെ കണ്ടോ, ഒരു ഷാളുമായിട്ടാണ് കളിക്കണത്. ആ ഷാള് വിടുന്നേ ഇല്ല കേട്ടോ. ഷാൾ എവിടെയെങ്കിലും കുടുങ്ങിക്കഴിഞ്ഞാൽ അതിനെ പിടിച്ച് വലിച്ചു കൊണ്ടേ ഇരിക്കുന്നുണ്ട്. കയ്യിലൊരു ബിസ്ക്കറ്റ് കൂടിയുണ്ട് കേട്ടോ. ബിസ്ക്കറ്റ് ആണോ എന്നറിയില്ല, എന്തോ ഒരു സ്നാക്സും ഉണ്ട് അതിൻ്റെ കയ്യിൽ. ഇടയ്ക്കിടയ്ക്ക് അതെടുത്ത് വായയിലിടുന്നുണ്ട് കേട്ടോ. ഷാൾ കൊണ്ട് കണ്ടോ കാണിക്കണത്, മറിഞ്ഞിരിക്കുകയാണ് കേട്ടോ. ഞാൻ വീഡിയോ എടുക്കണത് കണ്ടിട്ടാണോ എന്നറിയില്ല. പിന്നെ ഒരു മരക്കൊമ്പൊക്കെ പൊട്ടിച്ചിട്ട് താഴെ ഇട്ടു കേട്ടോ. ഒരു ചുള്ളിക്കമ്പ് പൊട്ടിച്ചിട്ട് താഴെ ഇടുന്നുണ്ടായിരുന്നേ. ഷാളും കൊണ്ട് കണ്ടോ മൂടിയിരിക്കുകയാണ് ചെയ്യണത്. അങ്ങനെ ഇന്നത്തെ ദിവസം നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഈ ഷാൾ ഇതാണ്ടോ ആ മരക്കൊമ്പിൽ അങ്ങോട്ട് കുടുങ്ങി കേട്ടോ. അപ്പോൾ പിടിച്ച് വലിക്കുകയാണ് അത് കിട്ടാൻ വേണ്ടിയിട്ട്. അത് കെട്ടിക്കഴിഞ്ഞപ്പോൾ ആ തലയിൽ കൂടെ കഴുത്തിൽ കൂടെയൊക്കെ ഇടുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ആ മരക്കൊമ്പിലോട്ട് ഒറ്റ ചാട്ടമാണ്. എത്ര പെട്ടെന്നാണ് ചാടിയതെന്നറിയോ. ഓ, എന്ത് രസമാണ് കാണാൻ. ഓടിച്ചാടി പോവുകയാണ് ചെയ്യണത്. അപ്പോൾ ഇങ്ങനെ കുരങ്ങൊക്കെ വീട്ടിൽ വന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. ബായ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഷാള് കണ്ടോ വിട്ടിട്ടേ ഇല്ല കേട്ടോ.